ബൂട്ടിട്ട് അവിടെ ചവിട്ടി പൊളിച്ച് ഞങ്ങളായിട്ട് പൊളിച്ച് വിശ്വാസികളെ രണ്ട് പാഠം പഠിപ്പിക്കുന്നൊന്നും ആരും സമീപനം എടുക്കണ്ട. അനാവശ്യമായ വൈകാരികത വരും. മറ്റേ അവൻ്റെ കല്ലറ വിളിച്ചില്ല, ഇതിൻ്റെ കല്ലറ വിളിച്ചില്ല എന്നൊക്കെ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും വരും. ആ അമ്മയും മകനും പറയുന്നത് ഈ സമാധി വിളിച്ച് അവർ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതായത് വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ആൾക്കാർ വരുന്നതാണ്, പ്രശ്നമാണ്, ഹിന്ദു മുസ്ലിം തർക്കമാണെന്നൊന്നും പറയാൻ അവസരം കൊടുക്കണം. ഈ പല നിരീശ്വരവാദികൾക്കും ലിബറലുകളുടെയും പ്രശ്നം എന്താ അറിയാമോ? ഈ വിശ്വാസികൾക്ക് രണ്ട് ചവിട്ട് കൊടുത്ത് ഇവന്മാരെ ശരിയാക്കിയാലേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമീപനം വേണ്ട. നാളെ ഈ സമാധി പൊളിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലെന്ന് കണ്ടുവന്നിരിക്കട്ടെ. ഈ പറഞ്ഞവരെല്ലാം മാപ്പ് പറയൂ. ബാലരാമപുരത്ത് ഇതുപോലെ സമാധിയായി എന്നൊരു സംഭവം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യരുത്. പക്ഷേ സമാധി പോലൊരു സ്ഥലം പൊളിക്കുമ്പോൾ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോയി കോടതി ഒരു നിലപാട് പറയണം. കാര്യം പോലീസുകാരവിടെ ബൂട്ടിട്ട് വന്ന് സമാധി സ്ഥലം ചവിട്ടി തുറന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഇട കൊടുക്കരുത്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി ചില സംശയങ്ങൾ സമൂഹത്തിലുണ്ട്, നെയ്ബേഴ്സിനുണ്ട്, റീസണബിൾ സസ്പീഷൻ ഉണ്ട് എന്ന നിലപാട് കോടതി വെക്കുകയാണെങ്കിൽ കോടതിയൊക്കെ നിയമം നോക്കിയല്ലേ കാര്യങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി എനിക്ക് തോന്നുന്നു കളക്ടർ ഇവർക്ക് നോട്ടീസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും എളുപ്പം കോടതിയിൽ പോയി പെട്ടെന്ന് ടുഡേ അല്ലെങ്കിൽ ഇന്ന് തന്നെ എടുക്കണമെന്ന് കോടതിയോട് പറഞ്ഞിട്ട് കോടതിയിൽ നിന്നൊരു സമീപനം വരട്ടെ. അതാണ് ഏറ്റവും പോസിറ്റീവ്. ഇല്ലെങ്കിൽ അനാവശ്യമായ വൈകാരികത വരും. മറ്റേ അവൻ്റെ കല്ലറ വിളിച്ചില്ല, ഇതിൻ്റെ കല്ലറ വിളിച്ചില്ല എന്നൊക്കെ കുറേ ചോദ്യങ്ങളും സംശയങ്ങളും വരും. ബാഡ് ബ്ലഡ് ഉണ്ടാക്കരുത്. എന്നും ഓർക്കുക, ഒരു രാജ്യത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. പ്രശ്നം ഉണ്ടാക്കുകയല്ല, പ്രശ്നം പരിഹരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മളങ്ങനെ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആകണം. ഇത് മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കാര്യം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നേരെ കോടതിയിലേക്ക് പോകുക. ഇപ്പം സംഭവിക്കുന്നത് എന്താ? ആ അമ്മയും മകനും പറയുന്നത് ഈ സമാധി വിളിച്ച് അവർ ആത്മഹത്യ ചെയ്യുമെന്നാണ്, അല്ലെങ്കിൽ അവർ പ്രതിരോധിക്കുമെന്നാണ്. അവിടെ ഒരു സീൻ ഒഴിവാക്കണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാളെ ഈ സമാധി പൊളിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലെന്ന് കണ്ടുവന്നിരിക്കട്ടെ. ഈ പറഞ്ഞവരെല്ലാം മാപ്പ് പറയൂ? ഇല്ലല്ലോ. അപ്പോൾ അവരെന്ത് പറയും? ഞങ്ങളൊരു സംശയം തോന്നി പറഞ്ഞു, സംശയം നോക്കി എന്നുള്ളതാണ്. അവരുടെ അച്ഛനും അവരുടെ വീട്ടുകാരും അല്ലേ. അപ്പം ഇവർ പറയുന്നത് എന്താ? കൊലപാതകമാകാൻ സാധ്യതയുണ്ട്. അതാണല്ലോ പറയുന്നത്. കൊലപാതകമാകാൻ സാധ്യതയുണ്ട്, എന്നിട്ട് സമാധിക്കകത്തിരുത്തി എന്നാണ് പറയുന്നത്. അറിയില്ല ശരിയാണോ തെറ്റാണോ എന്ന് ഇവരാരാന്ന് പോലും വ്യക്തിപരമായി നമുക്ക് അറിയില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി കോടതിയുടെ ഒരു വിധി മേടിക്കുക. കോടതിയുടെ വിധി മേടിച്ചാൽ പിന്നെ ആർക്കും എതിർക്കാൻ കഴിയില്ല. കോടതിയിൽ അവരെന്തെങ്കിലും മറുവാദം ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യും. അത് എന്താണ് സംഭവിച്ചത് എന്ന് നാട്ടുകാർക്ക് എല്ലാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ നാട്ടുകാർക്കും നാട്ടുകാരെ വിളിച്ചത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമാണോന്ന് അറിയില്ല. പക്ഷെ നാട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ വ്യക്തിയെ കണ്ടു, നന്ദു കണ്ടു എന്നൊക്കെ പറയുന്നു. ശരിയാണോന്ന് അറിയില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി കോടതി ഒരു നിലപാടെടുത്താലേ ഇതിനൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പം നമ്മുടെ ജില്ലാ കളക്ടറോ ഭരണകൂടമോ പോലീസോ ഒക്കെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവരുടെ തലയിലാവും, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആകും. നേരെ മറിച്ച് രണ്ട് ഭാഗങ്ങളും കേട്ട് കോടതി ഒരു നിലപാടെടുക്കുകയാണ്, ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ വിഷയം ഒന്ന് സോൾവ് ആവും. ഈ പല നിരീശ്വരവാദികൾക്കും ലിബറലുകളുടെയും പ്രശ്നം എന്താ അറിയാമോ? ഈ വിശ്വാസികൾക്ക് രണ്ട് ചവിട്ട് കൊടുത്ത് ഇവന്മാരെ ശരിയാക്കിയാലേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമീപനം വേണ്ട. ആൾക്കാരെ ഇൻക്ലൂസീവായിട്ട് കൊണ്ടുപോകാം. അപ്പം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടുകാർക്ക് പറയാൻ പറ്റുമോ നമ്മൾ സമാധി തുറക്കൂല? അപ്പോൾ ഇതൊരു ഈ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് ഈ തർക്കിക്കാനും ജയിക്കാനുമല്ല, നാട് നന്നായി നടത്തിക്കൊണ്ടു പോകുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കഴിവ്. വാദിക്കാനും ജയിക്കുകയുമല്ല, നാട് നന്നായി നടത്തിക്കൊണ്ടു പോവുക. ആ നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനമാണ്. അത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. പക്ഷെ അവിടെ ഈ ഒരു വർഗീയ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നലെ തന്നെ ചില ആൾക്കാർ അനാവശ്യമായി ഹിന്ദു ഐക്യവേദിയും അതുപോലെ അങ്ങനല്ല, ഇന്നലെ തന്നെ ചില ആൾക്കാരത് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി ആരുടെയും തലയിൽ വെക്കണ്ട. അവിടെയാണ് പറഞ്ഞത്. ഇത് പറയാൻ നമ്മൾ അവസരം കൊടുക്കരുത്. അതായത് വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ആൾക്കാർ വരുന്നതാണ്, പ്രശ്നമാണ്, ഹിന്ദു മുസ്ലിം തർക്കമാണെന്നൊന്നും പറയാൻ അവസരം കൊടുക്കരുത്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റിലായി. കോടതി അപ്പോൾ ഇമ്മീഡിയറ്റ്ലി കോടതിയിൽ പോയി അങ്ങ് മേടിച്ചാൽ മതി. കോടതിയിൽ പോയിട്ട് സാറേ റീസണബിൾ സസ്പീഷൻ ഉണ്ട്, പോലീസിന് സംശയമുണ്ട്, പോലീസിന് ഈ വിഷയത്തിൽ വേണം സാർ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഈ സാധനം മൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പോവാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഭരണകൂടം ജില്ലാ ഭരണകൂടവും പോലീസും പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയമില്ലല്ലോ. ഈ ഹിന്ദു മുസ്ലിം അടക്കമുള്ളത് റേസ് ചെയ്യാനുള്ള സ്പേസ്, സാമുദായിക വർഗീയ വികാരങ്ങൾ റേസ് ചെയ്യാനുള്ള സ്പേസ്
സ്പേസ് നമ്മൾ കൊടുക്കരുത്. അത് കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധി പോലീസ് കാണിക്കണ്ടേ? ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഈ സമാധി എന്ന് പറയുന്നത് അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ പുള്ളിക്ക് പ്രീവിയസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു ലോഡിംഗ്കാരനായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു ബന്ധവുമില്ല. പക്ഷേ പുള്ളിക്ക് എന്തോ അനുഗ്രഹം കിട്ടി, സ്വാമിയായി, സമാധിയായി എന്ന് പറയും. ഇതിലൊക്കെ എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണോ? വാക്കിന് ഒരുപാട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് സമാധി എന്ന് പറയുന്നത് ധീയുമായിട്ട് സമമായിരിക്കുന്നു. അഷ്ടാംഗ യോഗത്തിലെ അവസാന അവസ്ഥയാണ്. ചില ആൾക്കാർ സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്നു. ഇനി നിർവികൽപ്പ സമാധിയുണ്ട്, സവികൽപ്പ സമാധിയുണ്ട്, സംപ്രജ്ഞാത സമാധിയുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിൽ 6-7 തരത്തിൽ വ്യത്യസ്ത രീതിയിൽ സമാധിയെ ഡിഫൈനും മറ്റും ചെയ്യുന്നു. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്, ഇവിടെ ഒരു വികാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. അവിടെ ഒരു മോനും അമ്മയൊക്കെ ഇരിക്കുകയല്ലേ, അവിടെ ഒരു മോനും അമ്മയും കാര്യങ്ങളൊക്കെ ഇരിക്കല്ലേ. അപ്പം അതിനെ കുറച്ച് സെൻസിറ്റീവായി കൈകാര്യം ചെയ്യണം. പക്ഷെ മക്കൾ രണ്ടുപേരും പറഞ്ഞ രണ്ടും രണ്ടതാണ് പോലീസിന്റെ അടുത്ത്. ഒരാൾ പറഞ്ഞ് പുറത്ത് വെച്ച് സമാധിയായെന്ന്. അല്ല, അതുകൊണ്ടാണ് ഈ വിഷയത്തെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യണം. ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമായി മാറാതിരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ മറ്റൊരു മതവർഗീയ വിഷയമായി മാറാതിരിക്കാൻ നോക്കണം. ഇമ്മീഡിയറ്റ്ലി കോടതിയിൽ പോയി ഒരു സെറ്റിൽമെന്റ് വേണമെങ്കിൽ കോടതിയോട് ഇന്നുകൂടി കേട്ട് ഒരു ഉത്തരവ് തരാൻ പറഞ്ഞാൽ കോടതിക്ക് മനസ്സിലാവുമല്ലോ. കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എതിർക്കാൻ പറ്റില്ല, കുടുംബക്കാർക്ക് പോലും എതിർക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ബൂട്ടിട്ട് അവിടെ ചവിട്ടി പൊളിച്ച് ഞങ്ങളായിട്ട് പൊളിച്ച് വിശ്വാസികളെ 2 പാഠം പഠിപ്പിക്കുന്നൊന്നും ആരും സമീപനം എടുക്കണ്ട. കോടതിയിൽ പോവുക, നിലപാട് മേടിക്കുക.